പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥകൾ വന്നിട്ടുണ്ടോ? ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ ഇരിക്കുവാൻ ഈ കർത്താവിൻ്റെ വചനം മാത്രമേ ഉള്ളൂ. വചനം ദൈവമാണ്, വചനം ജീവനാണ്, യേശുക്രിസ്തുവാണ് വചനം. അതിനാൽ നമ്മളുടെ ചില പ്രത്യേക നിമിഷങ്ങളിൽ നാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മളോട് കൂടെ ഇരിക്കുവാൻ സാധിക്കുന്നത് യേശു കർത്താവിന് മാത്രമാണ്. നമുക്ക് ആരും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, നമുക്കൊരുപാട് പേര് കാണും. ഒത്തിരി ബന്ധുമിത്രാദികൾ, കഴിവുള്ളവർ, ഫ്രണ്ട്സ്, കൂടെ ജോലി ചെയ്യുന്നവർ, പൊളിറ്റീഷ്യൻസ്, വളരെ റിച്ചായിട്ടുള്ള ആൾക്കാർ, സ്വാധീനമുള്ളവരൊക്കെ കാണും, സഹായിക്കുവാൻ കഴിവുള്ളവരൊക്കെ കാണും. എന്നാൽ ചില പർട്ടിക്കുലർ മൊമെൻറ്റുകളിൽ ഞാനും നീയും ഒറ്റപ്പെടും. അത് കർത്താവിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ വചനം ജീവിക്കുന്നതാണ്. ആ വചനത്തിന് നിന്നോട് ഒത്തു ജീവിക്കുവാൻ താല്പര്യം, നീ മാത്രമുള്ളപ്പോൾ ജീവിക്കുവാൻ ഈ വചനത്തിന് താല്പര്യം. ആ യേശു ക്രിസ്തുവിന്, വചനമായ ക്രിസ്തുവേശുവിന് താല്പര്യം. Psalms 46:1 says, God is our refuge and strength and ever-present help in times of trouble. Hallelujah. In your distress, എല്ലാ ചലഞ്ചസിലും ദൈവം നമുക്ക് സങ്കേതം, തുണ, ഒരു ഇമ്മീഡിയറ്റ് ഹെൽപ്പ്. ഹല്ലേലൂയ. അത് തരുവാൻ എനിക്ക് എൻ്റെ കുഞ്ഞിന് കൊടുക്കുവാൻ സാധിക്കത്തില്ലായിരിക്കും. ഒരു ഇമ്മീഡിയറ്റ്, അവന് പെട്ടെന്നൊരു ഹെൽപ്പ് വേണ്ടിയപ്പോൾ എൻ്റെ കൈകൾക്ക് എത്തുവാൻ, എൻ്റെ വാക്കുകൾക്ക് അതിനെ സഹായിക്കുവാൻ, എൻ്റെ കഴിവുകൾക്ക്, എൻ്റെ പണത്തിന്, എൻ്റെ പൊസിഷൻസിന് ഒക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ ലിമിറ്റഡ് അല്ലാത്ത ബൈബിൾ വേഴ്സസ് എന്ന് പറയുമ്പോൾ, വചനം ജീവനുള്ള ക്രിസ്തു യേശു, ഞാൻ ആ വചനം പഠിക്കുമ്പോൾ അതെൻ്റെ കൂടെ ജീവിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കണം. വെറുതെ പഠിച്ചതുകൊണ്ടല്ല. എക്സ്പീരിയൻസ് ജീസസ് ഇൻ അവർ ലൈഫ്. ഗാഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്. ഞാൻ തനിയായിരിക്കുമ്പോൾ, ഞാൻ വീക്കായിരിക്കുമ്പോൾ, ഞാൻ കഴിവില്ലാതായിട്ടിരിക്കുമ്പോൾ, എനിക്ക് വേണ്ടി ഒരു സപ്പോർട്ടിംഗ് വേർഡ് പറയുവാൻ ആരുമില്ലാതായിരിക്കുമ്പോൾ, റിമെമ്പർ, God is our refuge. God is our strength. God is our ever-present help in times of trouble. Hallelujah. അത് മറ്റാർക്കും സഹായിക്കാൻ സാധിക്കത്തില്ല. ഞാൻ അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് പറയുന്നത്. Hallelujah. കാണാതെ പഠിക്കുന്നതൊക്കെ നല്ലതാണ്. അതിനുപരിയായിട്ട് ഈ കാണാതെ പഠിച്ചിരിക്കുന്ന ജീവനുള്ള വചനം, ജീവനുള്ള ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ജീവിക്കണം. എന്നെ ഭയപ്പെടുത്തുന്ന നാളിൽ, എന്നെ വേദനിപ്പിക്കുന്ന നാളിൽ, എന്നെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്ന നിമിഷം, റിമെമ്പർ, ദിസ് വേർഡ് ഈസ് ആക്റ്റീവ്. അത് പെട്ടെന്ന് അത് ആക്റ്റീവ് ആകും. നമ്മളതിനെ ആക്ടിവേറ്റ് ചെയ്യണം ഫെയ്ത്തും കൊണ്ട്. ഹല്ലേലൂയ. An immediate support during your crisis. Hallelujah. God acts as a fortress. നമുക്ക് ചുറ്റും ഫോർട്രസ് ആയിട്ട്, എ ഹൈഡിങ് പ്ലേസ് ആയിട്ട്. He will send his peace upon us. നമുക്ക് സമാധാനമായിട്ട്, സഹായമായിട്ട് അവൻ മേഘത്തിൽ കൂടിയെങ്കിലും വരും. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ചുറ്റും ശത്രു നമുക്ക് ചുറ്റും കെട്ടി അടച്ചാലും സ്വർഗത്തിലെ മേഘത്തിൽ കൂടി he will come to help you and me. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഒരു സസ്പീഷ്യസ് ആയിട്ട് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ പിടിക്കപ്പെട്ടു എന്നിരിക്കട്ടെ, നമുക്ക് തെളിയിക്കുവാൻ നമുക്ക് വാക്കുകൾ ചിലപ്പോൾ ലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അതിനെ തെളിയിക്കുവാൻ എവിഡൻ്റായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും കാണത്തില്ലായിരിക്കും. നമ്മുടെ കൂടെ ആരുമില്ലായിരിക്കും. When they were questioning you are alone. ആർക്കും അവിടെ കടന്നു വരാൻ സാധിക്കത്തില്ല. ആ സമയത്ത് നിന്നെ സഹായിക്കുന്നത്, നിന്നെ ശക്തിപ്പെടുത്തുന്നത്, അവിടെ ഇരുന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ, അവരെ ബോധിപ്പിക്കുവാൻ, അവരെ തെളിയിപ്പിക്കുവാൻ നീ ബലഹീനനാകുമ്പോൾ അതിന് കഴിയാതെ വരും. എന്നാൽ ആ സമയങ്ങളിലൊക്കെ നല്ല വാക്കുകൾ തന്ന് പറയേണ്ടത് പറയുവാൻ, ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, ശക്തമായിട്ട് നിന്നെ അവരുടെ മുമ്പിൽ നിർത്തുവാൻ ഒക്കെ ദൈവം സഹായിക്കും. He is ever-present help in times of trouble. അവന് കടന്നു വരുവാൻ കഴിയാത്ത യാതൊരു മേഖലയുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ എക്സാം ഹാളിൽ പോയെന്നിരിക്കട്ടെ, അവിടെ എൻ്റെ കൈകൾക്കോ നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോ ആർക്കും സഹായിക്കാൻ പറ്റാത്ത നിമിഷം, He is the present help. ഹല്ലേലൂയ. നാം ആ വചനത്തിൽ വിശ്വസിക്കുകയും വചനത്തെ നമ്മുടെ ജീവനാക്കിയിട്ട് ഓരോ നിമിഷവും അതിനെ ആക്റ്റീവ് ആക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ആക്ടിവേറ്റഡ്, it will become active.
ഹല്ലേലൂയ. അത് ജീവനുള്ളതായതുകൊണ്ട് നമ്മോടൊപ്പം വസിക്കും. അത് ജീവനുള്ളതായതുകൊണ്ട് നമ്മെ സഹായിക്കും. അത് ജീവനുള്ളതായതുകൊണ്ട് നമ്മെ ശക്തീകരിക്കും. ആർക്കും സഹായിക്കാൻ പറ്റാത്ത, തുണയില്ലാത്ത നിമിഷങ്ങളിൽ God is our strength. God is our refuge. God is our shelter. He is our hiding place. Hallelujah. He will deliver you and me in times of trouble, in times of challenges.